വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ തരുണത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ആത്മീക വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഹൃദയനുറുക്കത്തോടുകൂടിയുള്ള പ്രാർത്ഥനകൾ വലിയ വിടുതലിന് കാരണമായി തീരും. ഒരു വ്യക്തിയിൽ പ്രാർത്ഥനയ്ക്ക് ചെലുത്തുവാൻ കഴിയുന്ന സ്വാധീനം ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ വലുതാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമ്മളുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ ജീവിത വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ സൗജന്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് അത് ലഭിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏത് പരിമിതികൾ നിലനിന്നാലും ഉയർന്നു വന്നാലും ഉയർന്നു വരുന്ന പരിമിതികളെ, ഉയർന്നു വരുന്നതാകുന്ന ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ പ്രാർത്ഥനയിലൂടെ ഒരു ദൈവ പൈതലിന് കഴിയും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നീതിമാന്റെ പ്രാർത്ഥന വ്യക്തിപരമായ അവസ്ഥയിൽ എന്ത് മാറ്റം ഒരു വ്യക്തിക്ക് വരുത്തുന്നു? ഒന്ന്, പ്രാർത്ഥന പാപത്തെ മറികടന്ന് ജയകരമായി ജീവിക്കുന്നവന് നമ്മെ ശക്തരാക്കുന്നു. പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പാപസ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ, ജഡീക ഇച്ഛകളെ, അഭിലാഷങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവം ഒരുവനെ ശക്തീകരിക്കുന്നു. നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ചത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, പ്രാർത്ഥനയിൽ ജ്ഞാനം നേടുവാൻ ഇട നൽകുന്നു. മൂന്നാമതായി, പ്രാർത്ഥന ദൈവവചനത്തെ പറ്റിയുള്ള ഉൾക്കാഴ്ചയും ഗ്രാഹ്യവും വർദ്ധിപ്പിക്കുന്നു. 119-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ദൈവം നമ്മുടെ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു. അതേ, ദൈവവചനത്തിൽ ഒത്തിരി കാതലായ സത്യങ്ങളുണ്ട്. അതേ, ദൈവവചനത്തിൽ ഒത്തിരി വിടുതലിൻ്റെ സന്ദേശങ്ങളുണ്ട്. ദൈവവചനത്തിൽ മാനസാന്തരത്തിൻ്റെ ദൂതുകളുണ്ട്. നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം വിചാരപ്പെടുന്നതിനേക്കാൾ, കണക്ക് കൂട്ടുന്നതിനേക്കാൾ വ്യത്യസ്തങ്ങളാകുന്ന നിലകളിൽ ദൈവവചനം വായിക്കുകയും അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ഹൃദയവാഞ്ചയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളുടെ വഴികൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ തുറന്നു തന്ന് സർവശക്തനാകുന്ന ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും എന്ന് നാം മറന്നു പോകരുത്. പലപ്പോഴും ലോകത്തിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥനാ സ്വാധീനം കുറഞ്ഞു പോകുന്നവരായി, ദൈവഭക്തിയും വിശ്വാസവും ഇല്ലാതെയായി പോകുന്നവരായി നമ്മളിൽ പലരും തീർന്നു പോകാറുണ്ട്. എന്നാൽ പ്രാർത്ഥനാ സ്വാധീനത്തെ ദൈവസന്നിധിയിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ അത്ഭുത മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവസന്നിധിയിൽ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പിന്നെയും നാം ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥന വ്യക്തിയിൽ വിശ്വാസത്താൽ ക്രിസ്തു വസിക്കുന്നതിനും തിന്മകൾ പുറത്താക്കുന്നതിനും കാരണമായി തീരും എന്ന് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ും 17-ും വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പിന്നെയും യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അപ്പോൾ കഷ്ടം വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീക്കുപോക്കുകൾ നൽകിത്തന്ന് സർവശക്തനാകുന്ന ദൈവം
നമ്മെ നടത്തുവാൻ ഇടവരും. പിന്നെയും ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തി പകരുന്ന, ശക്തനാക്കുന്ന ഒരു വലിയവനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതേ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഉൾക്കാഴ്ചകൾ, ആത്മീക ദർശനം വളർന്നിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് അഭയാചന കഴിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ നമ്മളുടെ മുമ്പിൽ അസാധ്യമായി നിൽക്കുന്ന എല്ലാത്തിനെയും തോൽപ്പിക്കുവാൻ ദൈവവചനപ്രകാരം സ്വർഗത്തിലെ ദൈവം നമ്മളുടെ മേൽ ശക്തി പകരും. ദൈവവചനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, രേഖകൾ വിപരീതമായി എന്ന് കണ്ടപ്പോൾ, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു എന്ന് കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയും വാഞ്ചയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്ത അനേക ഭക്തന്മാരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന്, അതുപോലെ മാനുഷിക ബലം കൊണ്ട്, കായിക ശക്തി കൊണ്ട് ജീവിതത്തിൽ ജയം പ്രാപിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം തൻ്റെ അത്ഭുത കരം നീട്ടി എൻ്റെ മക്കളെ വിടുവിക്കുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശേഷാൽ അപ്പോസ്തലനാകുന്ന പൗലോസ്, പത്രോസ്, യോഹന്നാൻ ആദിയായവരൊക്കെ റോമ ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമാറ് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത ദൈവഭക്തന്മാരെ ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, പാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനാ ശബ്ദത്തിൻ്റെ മുമ്പിൽ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകിമറിയുകയും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അതേ, ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കട്ടെ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ ശക്തിയെ, പ്രാർത്ഥനയുടെ സ്വാധീനത്തെ നാം നമ്മുടെ ബുദ്ധിയിൽ ഒതുക്കിക്കളയരുത്. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിപ്പാൻ പര്യാപ്തമാകിയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്കുറ്റിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ, പ്രതിസന്ധികളെ അതിജീവിപ്പാൻ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ബലത്തോടെ ദൈവകൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ നിന്റെ ജനത്തിന് വേണ്ടി കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.